ഹലോ. അപ്പോൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ടൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതേ ബ്രെഡ് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട വേണം. പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ചൊരു മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഈ മുട്ട നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനുശേഷം മറ്റൊരു പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് നല്ല ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇടുക. അത് മൂത്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുക. ഇനി അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മല്ലിയിലയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.